കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അവർക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. അതായത് കൊട്ടക് മഹീന്ദ്രയുടെ 10 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിന് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം അത് 50 ഷെയർസ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് ജാനുവരി 14 അതായത് ജാനുവരി 13 ഹോൾഡിംഗ്സിൽ കൊട്ടക് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും ഈ സ്പ്ലിറ്റിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ജാനുവരി 14 കമ്പനി ഇത് രണ്ടാമതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. കമ്പനി ഫസ്റ്റ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തത് 15 വർഷങ്ങൾക്ക് മുമ്പ് 2010 കമ്പനി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 21, 2025 കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 4,23,370 കോടിയാണ് കമ്പനിയുടെ കറന്റ് പ്രൈസ്. കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കാനുള്ള കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2,128 രൂപയാണ്. ഹൈ പ്രൈസ് നോക്കുവാണെങ്കിൽ 2,302 ലോ പ്രൈസ് നോക്കുവാണെങ്കിൽ 1,711 കമ്പനി ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് നോക്കുവാണെങ്കിൽ 0.12% ആണ്. കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഫേസ് വാല്യൂ ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്നുള്ളത് 1 മാറുന്നതാണ്. അതുപോലെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 25% ഷെയർസ് ആണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ പബ്ലിക് നോക്കുവാണെങ്കിൽ 12% ഷെയർസ് ആണ് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ പർപ്പസ് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ നോക്കുവാണെങ്കിൽ ഇൻക്രീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കൂട്ടുക. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ഫലമായിട്ട് ഒരു ഷെയർ 5 ഷെയർ ആയിട്ട് മാറുന്നതാണ്. അപ്പം കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കൂടുന്നതാണ്. അതുപോലെ ലിക്വിഡിറ്റി, അതുപോലെ ഇൻക്രീസ് ദ വോളിയം ഓഫ് റീറ്റെയിലേഴ്സിന്റെ വോളിയം കൂട്ടുക. ഇപ്പം ഷെയർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷെയറിന്റെ പ്രൈസ് കുറയുന്നതാണ്. ചീപ്പർ പ്രൈസിൽ നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പം റീറ്റെയിലേഴ്സിന്റെ വോളിയം കൂടാൻ ഇത് ചാൻസ് ആണ്. അപ്പം ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.